നേതാവും എംഎൽഎയുമായ ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുനിസയ്ക്കെതിരായ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലേക്കാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചു വഞ്ചിച്ചു എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് നിധി ലിമിറ്റഡിന്റെ കീഴിലെ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കേസിൽ 4ാം പ്രതിയാണ് ഷറഫുനിസ. അതേസമയം കേസ് വ്യാജമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി സബീന വി നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയോട് 13.5% പലിശ വാഗ്ദാനം ചെയ്ത് 2 ഘട്ടങ്ങളിലായി 5.65 ലക്ഷം രൂപ വാങ്ങി. എന്നാൽ പലിശയോ അടച്ച തുകയോ തിരിച്ചു കിട്ടിയില്ലെന്നും പരാതിയിൽ പറയുന്നു. 5 പ്രതികളുള്ള കേസിൽ 4ാം പ്രതിയാണ് ടി സിദ്ദിഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുനിസ. വസീം തൊണ്ടിക്കോടൻ, റഹില ബാനു, തൊണ്ടിക്കോട് മൊയ്തീൻകുട്ടി, ഷംന എന്നിവരാണ് മറ്റു പ്രതികൾ. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ടി സിദ്ദിഖ് എംഎൽഎ പറഞ്ഞു. 2022 ഡിസംബർ 8-ന് തന്റെ ഭാര്യ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ 2023-ൽ നടക്കുന്ന ഇടപാടിൽ അവർ പ്രതിയാകും? പരാതിക്കാരി CPMന്റെ മുൻ കൗൺസിലറാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. 16/3/2023 4.52 ലക്ഷം രൂപയും 19/4/2023 1.13 ലക്ഷം രൂപയും മൊത്തം 5.65 ലക്ഷം രൂപ അവർ നിക്ഷേപിച്ചു. അത് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. ഈ പണം നിക്ഷേപിച്ച കാലയളവിൽ എന്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ പോലീസിനെയും പരാതിക്കാരിയെയും വെല്ലുവിളിക്കുക. ഇത് വ്യാജമായ കേസാണെന്നും MLA-ക്കൊപ്പം നിൽക്കുമെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. വീണ വിജയനെതിരെ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിട്ടും ഒരു FIR ഇഷ്യാത്ത കേരളത്തിലെ പോലീസ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ MLA-യുടെ ഭാര്യയുടെ കേസെടുത്തത് രാഷ്ട്രീയപരമായി പകപോക്കാനും അപകീർത്തിപ്പെടുത്താനുള്ള ദുരുദ്ദേശം കൂടി തന്നെയാണ്. ആ കാര്യത്തിൽ MLA നടക്കുന്ന നിയമത്തിൽ പാർട്ടി ഒപ്പം നിൽക്കും. സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ പരാതിയുമായി ജീവനക്കാരും നിക്ഷേപകരും രംഗത്തെത്തിയിരുന്നു. 3000-ഓളം പേരിൽ നിന്നായി 20 കോടിയോളം രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത്. ജോലി വാഗ്ദാനം, ഡെയിലി ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരുന്നത്. ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് 18 കോഴിക്കോട്.